ഗൈസ് നാളെ മെയ് 4-ാം തീയതി നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരികയാണ്. ഒരു ഭരണ തുടർച്ചയാണോ അതോ ഭരണ മാറ്റമാണോ എന്ന് നമുക്ക് നാളെ അറിയാം. പക്ഷേ അതിനു മുമ്പ് ഞങ്ങളുടെ ട്രെൻഡ്സിലെ പിള്ളേരുടെ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാൻ പോവുക. ചോദിക്കുന്ന സാന്ദ്രയോടാണ്. സാന്ദ്രയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ചെവിയും കേൾക്കാത്ത ആളാണ്. സാന്ദ്രയോട് അഭിപ്രായം ചോദിക്കാം. ജോളി ചേച്ചി പറ. ഞാനൊരു LDF അനുഭാവിയാണ്. പക്ഷേ UDF ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാന്ന് വെച്ചാൽ അവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കോ ഇല്ലയോ എന്നൊന്നും അറിയുന്നു. അതിനുവേണ്ടി UDF ജയിക്കും. മതി. പിണറായി തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരും. അത് 100% ഉറപ്പാണ്. മോളെ പറയൂ, യുവർ ഒപ്പീനിയൻ. UDF വരട്ടെ. അവർ പറഞ്ഞ സാധനമൊക്കെ ചെയ്യുമെന്നൊന്നും അറിയണമല്ലോ. പുതിയ ഭരണ ആൾക്കാർ വരട്ടെ. ഇത്രയും കാലം LDF ആയിരുന്നു ഭരിച്ചാൽ ഇനി UDFിൻ്റെ ഭരണം ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സോണിയെ പറ. എനിക്കൊരു ചേഞ്ച് വേണമെന്ന് UDF തന്നെ വരണമെന്നാണ്. ഭരിച്ചു നോക്കട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ. ഇലക്ഷൻ്റെ ഫലം നാളെ എന്നാണേലും വരും. ഞാൻ തുടർഭരണമായിരിക്കും എന്നാണേലും. അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനും ഈ ക്യാമറ കുറേ നിൽക്കുന്നതിൻ്റെ ഭാവിയും കൂടെ നാളെ ഫ്രണ്ട്സ് എല്ലാവർക്കും വീട് വന്നു കൊടുക്കും. സിന്ധു ചേച്ചി, നാളെ നമ്മുടെ റിസൾട്ട് വരുമല്ലേ, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഏത് പാർട്ടിക്കാർ ഏറിയാലും പ്രകടന പത്രികയിൽ ഇലക്ഷൻ വാഗ്ദാനം പാലിക്കണം. അപ്പോൾ എനിക്ക് പറയാം, ഏത് പാർട്ടി ജയിച്ചാലും വേണ്ടില്ല. ഇത്രയും കാലം LDF തന്നെ ഭരിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം LDF തന്നെ ഭരിച്ചാൽ മതി. ഞാൻ UDF വരണം ആഗ്രഹിക്കുന്നത്. കാരണം എന്തായാലും മാറി വരും, UDF തന്നെ കയറും, ഒരു സംശയമില്ല. രേഷ്മജി, അതായത് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ ഗവൺമെന്റിൽ പൈസ ഇനി മുമ്പോട്ട് ഭരിക്കണേ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓൺലൈനിൽ കൂടെ കൈയിട്ട് വരും. LDF വരുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, റിസൾട്ട് വരട്ടെ.